യെസ്. അപ്പൊ ഇത് ഞങ്ങളുടെ സ്വന്തം ലിസേച്ചിയാണ്. ലിസേച്ചിയുടെ 4.5 ഏക്കർ സ്ഥലത്തു നിന്നാണ് ആദ്യത്തെ 1.5 ഏക്കർ എടുത്ത് നമ്മൾ കൃഷി തുടങ്ങിയത്. എന്നിട്ട് ഏറ്റവും വലിയ പ്രത്യേകത, ലിസേച്ചിയുടെ കയ്യിൽ നിന്ന് ഞങ്ങൾ വാങ്ങിയത് 39,000 രൂപയ്ക്ക്. ലിസേച്ചിക്ക് ഞങ്ങള് ഒരു സെന്റിന് കേട്ടോ, ഇത് ലിസേച്ചിക്ക് വിറ്റത് ഒരു സെന്റ് 1.25 ലക്ഷം രൂപ അല്ലെ, മൊത്തം 6 ലക്ഷം രൂപയ്ക്ക് കൊടുത്തേട്ടാ. അപ്പൊ 6 30 ലക്ഷം രൂപയ്ക്കാണ് തിരിച്ചു കൊടുക്കുന്നത്. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ? ഇവർക്ക് ഇനി 3 ഏക്കർ ബാക്കി എടുക്കുന്നത്. ഇവർക്ക് ഇവരെ ഈ ബാക്കിലാണ് ചെയ്താൽ പോരാ. എന്തുകൊണ്ടായിരിക്കും ലിസേച്ചി? എന്തുകൊണ്ടാണ് ലിസേച്ചി ഈ 3 ഏക്കർ ബാക്കി കിടന്നിട്ടും അതിൽ കൃഷി ചെയ്യാണ്ട് ഈ ഞങ്ങളുടെ കയ്യിൽ നിന്ന് ഇത് റേറ്റ് കൂട്ടി മേടിച്ചതിനാ? കൃഷി ചെയ്ത് വലിയ കടബാധ്യത വന്നിരിക്കുന്ന ആളാണ് ഞാൻ. കാരണം നമ്മൾ കിൻഡൽ കണക്കിന് മുളക് പറിച്ച തോട്ടമാണിത്. 35 കിൻഡലോളം മുളക് പറിച്ച തോട്ടമാണ്. പക്ഷെ നമ്മുടെ ഈ പ്രകൃതിയിലുണ്ടായിരുന്ന കാലാവസ്ഥയിലുണ്ടായ ചേഞ്ച് കൊണ്ട് കൃഷിനാശം വന്നു പോയതുകൊണ്ട് നമുക്കിപ്പം വീണ്ടും നമ്മൾ കൃഷി ചെയ്തിട്ട് അത് വിജയിക്കുന്നില്ല. കാരണം കാലാവസ്ഥ മഴ ഇട്ടേണ്ട സമയത്ത് കിട്ടത്തില്ല. ഇപ്പൊ ഈ വർഷം നല്ലോണം മുളക് തിരികെ അയച്ചു. പക്ഷെ കുറച്ചു കാലത്തേക്ക് നല്ല 2 ആഴ്ച മുഴുവൻ മഴ പെയ്തപ്പോഴത്തേക്കും അത് മൊത്തം പോയി. പക്ഷെ മുളകില്ല, കാപ്പിക്കുരുവില്ല, അടക്കിയില്ല. അപ്പൊ മൊത്തത്തിൽ നമുക്ക് കൃഷിയെല്ലാം പരാജയമാണ്. ഇഞ്ചി കൃഷിയൊക്കെ നമ്മൾ ചെയ്യുമായിരുന്നു. ഇതൊക്കെ കേട് ബാധിച്ച് അങ്ങനെയൊക്കെ പോകുന്നതുകൊണ്ട് നമ്മൾ പരാജയപ്പെട്ട് കടബാധിത. കാരണം ഈ സ്ഥലത്തിൽ റീപ്ലാന്റേഷൻ ചെയ്യാൻ വേണ്ടി മുടക്കിയ പൈസയുടെ കടം വീട്ടാൻ വേണ്ടിയാണ് നമ്മൾ സ്ഥലം വിൽക്കാനിരുന്നത്. അങ്ങനെ വിൽക്കാനിരിക്കുന്ന സമയത്താണ് നമുക്ക് ഇച്ചിരി വിഷമമുണ്ട്. കാരണം നമ്മുടെ റോഡ് മുറിച്ച് കൊടുക്കുന്ന വിഷമമാണ്. അങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്താണ് ഞാൻ ഇങ്ങനെ ഒരു മീറ്റിംഗിൽ സാറിന്റെ എക്സ്പേർട്ടിന്റെ മീറ്റിംഗ് സംബന്ധിച്ചത്. അവിടെ ചെന്നപ്പോഴാണ് ദൈവദൂതനെ പോലെ ശരിക്കും പറഞ്ഞിട്ടുണ്ട് എനിക്ക് വേണ്ടി മാത്രമാണ് ഈ പ്രൊജക്ട് വന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഈ സാൻഡൽവുഡ് പ്ലാന്റേഷനെ കുറിച്ച് പറഞ്ഞപ്പം എനിക്കത് ഭയങ്കരമായിട്ട് തന്നെ അങ്ങോട്ട് എൻ്റെ മനസ്സിലോട്ട് വല്ലാതെ ഒരു ഇൻസ്പിറേഷൻ തന്നു. അപ്പം ഞാൻ സാറിനോട് പറഞ്ഞു, ചെയർമാനോട് പറഞ്ഞു, സാറേ അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്കൊരു കുറച്ച് സ്ഥലം കൊടുക്കാനുണ്ട്, അതൊന്ന് നോക്കാവോ എന്ന് ചോദിച്ചു. കാരണം അന്ന് മറയൂർക്കാണ് ഈ പ്രൊജക്ട് പോകാനിരുന്നത്. അപ്പം ചെയർമാൻ എന്താണെന്ന് അറിയത്തില്ല, ചെയർമാൻ അത് പെട്ടെന്ന് ക്ലിക്കായി. സാറ് ആ പിറ്റത്തെ ആഴ്ച തന്നെ അല്ല 3-4 ദിവസത്തിനുള്ളിൽ ഇവിടെ എത്തി എന്നുള്ളതാണ്. സ്ഥലം കണ്ടു, ഇഷ്ടപ്പെട്ടു. പിന്നെ വന്നവർക്കൊക്കെ ഇഷ്ടപ്പെട്ടു. എന്തായാലും എൻ്റെ ഭാഗ്യമെന്നേ ഞാൻ പറയുള്ളൂ. ഞങ്ങൾക്ക് 30 ലക്ഷം രൂപ ഞാൻ ബാങ്കിൽ ഫിക്സ് ഇട്ടേക്കാന്ന് വിചാരിക്കണം പിള്ളേരുടെ പേരിൽ. അതൊരു 15 വർഷം കൊണ്ട് ഞങ്ങളിനി എന്തെല്ലാം ചെയ്താലും ഈ 15 വർഷം കൊണ്ട് ഈ 30 ലക്ഷം രൂപേനെ കോടികളാക്കാൻ പറ്റത്തില്ല. ഇത് 25 കോടിക്ക് മേലെയായിട്ട് ഞങ്ങൾക്ക് തിരിച്ചു കിട്ടുന്നുള്ള യാതൊരു സംശയമില്ല. അപ്പൊ എല്ലാവർക്കും ഇതിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. അപ്പൊ ഇവിടെ ലിസേച്ചിയുടെ ഈ പ്രോപ്പർട്ടി ബാങ്കിലായിരുന്നു. ഇവിടുത്തെ കർഷകര് ഓൾറെഡി കൃഷിയെല്ലാം നശിച്ച് ആധാരം ബാങ്കിൽ വെച്ചിട്ട് അതുകൊണ്ട് കുറച്ച് എന്തൊക്കെ വെച്ചു, അത് നഷ്ടത്തിലായി. അവസാനം ജപ്തിയിൽ കിടന്ന ഭൂമിയായിരുന്നു ഇത്. റൈറ്റ്, ഓക്കെ. അപ്പോഴാണ് ലിസേജി ഞങ്ങളോട് ഈ സ്ഥലം എടുത്ത് സഹായിക്കുമോ? അപ്പൊ ഞങ്ങൾക്ക് എന്ത് വേണം? ഞങ്ങൾക്ക് ഭൂമി വേണം. അപ്പൊ നമ്മൾ പറയാറുണ്ട്, നിങ്ങൾ എന്താണോ അന്വേഷിക്കുന്നത് അത് നിങ്ങളെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ ലിസേജ് എന്താ അന്വേഷിക്കുന്നുണ്ട്? ഈ ഭൂമി എടുക്കാൻ കുറച്ച് പേരെ അല്ലെ, ആരെങ്കിലും അന്വേഷിക്കുന്നുണ്ട്. ഞങ്ങളോ ഇതിനുവേണ്ടി ഭൂമി അന്വേഷിക്കുന്നുണ്ട്. അപ്പൊ ഇത് രണ്ടും കൂടെ ടച്ച് ആയപ്പോ എന്തായി? സംഭവം നല്ല പ്രൊജക്റ്റ് ആയിട്ട് മാറി എന്നുള്ളത്. ഓക്കെ. അപ്പൊ ലിസേജ് ഇവിടെ ഇത് ബാക്കിയുള്ള 3 ഏക്കറിൽ ചന്ദനം നട്ടൂടെ ലിസേജിക്ക്? ചന്ദന സ്വന്തമായിട്ട് കിടന്ന കാര്യം സാറേ ഞാൻ കണ്ടോണ്ടിരിക്കുകയാണ്. ഇപ്പൊ 5-6 മാസമായിട്ട് ഞാൻ കണ്ടോണ്ടിരിക്കുന്നതാണ്. അപ്പൊ എനിക്ക് മനസ്സിലായി സ്വന്തം നട്ടാ പറ്റത്തില്ല എന്നുള്ളത്. കാരണം ഇവിടെ കൊടുക്കുന്ന ചെടികൾക്ക് കൊടുക്കുന്ന കെയർ, ഇതിന് കൊടുക്കുന്ന വളങ്ങൾ, അതുപോലെ തന്നെ ഇതിന് ഫംഗസ് ബാധയൊന്നും ഉണ്ടാകാതിരിക്കുന്ന മരുന്നുകൾ, ഇതൊക്കെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി സ്വന്തം നടാന്നുള്ളൊരു ഓർമ്മയുണ്ടായിരുന്നു. കാരണം ഇങ്ങനെയൊക്കെ ചെന്ന് കണ്ടുപഠിച്ചിട്ട് കുറച്ച് സ്വന്തം നട്ടാലോ എന്ന് ചിന്തിച്ചായിരുന്നു. പക്ഷെ നടക്കില്ല എന്ന് മനസ്സിലായി. പിന്നെ ഇതിന്റെ സെക്യൂരിറ്റി, ഇതെല്ലാം നമുക്കറിയാം. വയനാട്ടിൽ ഇഷ്ടംപോലെ ചന്ദനങ്ങൾ ഉണ്ടായിരുന്നു പല സ്ഥലങ്ങളിലായിട്ട്. പക്ഷെ ഇതൊന്നും നമുക്ക് കിട്ടത്തില്ല. അത് കള്ളം കൊണ്ടുപോകും, അല്ലെങ്കിൽ ചെറിയ പൈസയ്ക്ക് അവർ വാങ്ങിക്കൊണ്ട് പോകും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് സക്സസ് ആവത്തില്ല. ഇതൊരു ഗ്രൂപ്പായിട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ, ഇത്രമാത്രം സെക്യൂരിറ്റി കിട്ടുന്നതുകൊണ്ട് തന്നെ ഇത് ഇതിൽ വന്നവരെല്ലാവരും ഒരു കോടീശ്വരനാകുന്നുള്ള യാതൊരു സംശയമില്ല. അപ്പൊ ലിസേജ് പറഞ്ഞു വരുന്നത് 2 ഏക്കറിൽ കൃഷി ചെയ്യണമെങ്കിൽ ഏറ്റവും കുറഞ്ഞത് 2 കോടി കയ്യിൽ വേണം. അപ്പൊ എന്ത് ചെയ്യും? ആ കോടി ഇറക്കാൻ കയ്യിലില്ല. അപ്പോൾ ഇവിടെ ഈ ഒരു ചന്ദന കൃഷിയായിട്ട് ചെയ്താൽ സക്സസ് ആവില്ല. ഇതിനെന്ത് ചെയ്യണം? ഒരു ബിസിനസ് ആയിട്ട് ചെയ്യണം. അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്തു? ആക്സിലറേറ്റിംഗ് കൾട്ടിവേഷൻ വിത്ത് ടെക്നോളജി. ഇത് 3ഉം കൂടെ വരുമ്പോൾ എന്തായി? നല്ലൊരു പ്രൊജക്റ്റ് ആയിട്ട് മാറി. ഇതിലൂടെ ഒരുപാട് പേരിലേക്ക് സമ്പന്നത എത്തിക്കാനായിട്ട് ഈ ചെറിയ തൈകളിലൂടെ ഈ പണം കായ്ക്കുന്ന മരത്തിലൂടെ സാധിക്കുമെന്നുള്ള ഇതിന്റെ ഏറ്റവും വലിയൊരു സവിശേഷത. റൈറ്റ്? യെസ്. മറ്റൊരു സന്തോഷം കൂടി സാറ്, ഗ്രൂപ്പ് ഫാമിംഗ് വെൽഫെയർ അസോസിയേഷന്റെ പ്രസിഡന്റ്, സെക്രട്ടറി, ട്രഷറർ. ശരിക്കും ഞങ്ങൾ ഇങ്ങനെ എല്ലാവരും ഒരുമിച്ച് ചേരാറില്ല കേട്ടോ. അപ്പൊ കഴിഞ്ഞ ഓഗസ്റ്റ് 15 എല്ലാവരും ഒരുമിച്ച് ചേർന്നത്. ഇന്ന പ്രത്യേകത, പ്രസിഡന്റ് ഇവിടെ ഉണ്ട്, നമ്മുടെ ഗ്രൂപ്പ് ഫാർമേഴ്സ് അസോസിയേഷന്റെ സെക്രട്ടറി ലിസേച്ചിയാണ്. അതോടൊപ്പം ഗജാൻജി ഉണ്ട്, അതോടൊപ്പം തന്നെ MD ഉണ്ട്. ഓക്കെ, എല്ലാവരും ഒരുമിച്ച് അല്ലെ, കുറെ നാളുകൾക്ക് ശേഷം AGM ഉണ്ട്. യെസ്. കമ്പനിക്ക് ആകെ ഒരു AGM ഉള്ളൂ, അത് റാഫി മതിൽ കാണണ്ട.